സ്കിൻ ദ കാറ്റ് അതേപോലെ എൽസിറ്റി ഈ രണ്ട് സ്കില്ലും ഒരിക്കലും നിങ്ങൾ ചാടി കയറി ചെയ്യരുത്, ഡേഞ്ചർ ആണ്. യുവർ ഷോൾഡർ ജോയിന്റ് ഈസ് വെരി സെൻസിറ്റീവ്. വെൽക്കം ടു ഡേ 6 ഓഫ് ലേണിംഗ് കാലിസ്റ്റനിക്സ് ഫ്രം സ്ക്രാച്ച്. ഷോൾഡർ ഇഞ്ചുറി കാലിസ്റ്റനിക്സ് അത്ലറ്റ്സ് തരത്തിലാണ് കാണപ്പെടാറുള്ളത്. റൊട്ടേറ്റർ കഫ് ഇഞ്ചുറി, അതായത് നമ്മുടെ ജോയിന്റിലുള്ള മസിൽസിനും ടെൻഡൻസിനും വരുന്ന ഇഞ്ചുറിയാണ്. രണ്ടാമത്തത് ഗ്ലിനോഹ്യൂമറൽ ജോയിന്റ്, നമ്മുടെ ഷോൾഡറിന്റെ ഡിസ്ലൊക്കേഷൻ ആണ്, അതേപോലെ തന്നെ ഇൻസ്റ്റെബിലിറ്റി ആണ്. മൂന്നാമത്തത് പലർക്കും കിട്ടിയിട്ടുള്ള പണിയാണ് സ്കാപ്പുല തൊറാസിക് ജോയിന്റ്, നമ്മുടെ ബാക്കിലുള്ള ഷോൾഡർ ബ്ലേഡ് അല്ലെങ്കിൽ സ്കാപ്പിലേക്ക് കിട്ടുന്ന ചെറിയ പെയിൻസ് ആണ്. ഇത് വരാനുള്ള 3 റീസൺസ് ആണ്. ഒന്നാമത്തത് ഓവർ യൂസ് ആണ് ആൻഡ് ബാഡ് ഫോം. രണ്ടാമത്തത് ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ആണ്. മൂന്നാമത്തെ കാരണം നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ട് ഷോൾഡർ ഇഞ്ചുറി പറ്റിയിട്ടുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയുന്ന എക്സസൈസസ് ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. മന്ത്ലി 2 തവണയെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട എക്സസൈസ് ആണ് റൊട്ടേറ്റർ കഫ് എക്സസൈസ്. റെസിസ്റ്റൻസ് ബാൻഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എക്സസൈസസ് ആണിത്. പല മൂവ്മെന്റിലും ഈ റൊട്ടേറ്റർ കഫ് എക്സസൈസ് ഉണ്ട്. ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ടായിരിക്കും. യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് വീഡിയോ. രണ്ടാമത്തത് ഷോൾഡർ മൊബിലിറ്റി ഡ്രിൽസ് ആണ്. പല ഡ്രിൽസ് ഉണ്ട്. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 2 മൊബിലിറ്റി ഡ്രിൽസ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ റിപ്പീറ്റഡ്ലി 20 റിപ്പീറ്റേഷൻസിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമത്തത് സ്കാപ്പുല പുള്ളപ്സ് ആണ്. പലരും സ്കിപ്പ് ചെയ്യുന്ന കാര്യം നമ്മുടെ സ്കാപ്പുല ബ്ലേഡിന്റെ ബാക്കിലുള്ള ഷോൾഡർ ബ്ലേഡിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ട് ആണിത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റിസ്റ്റ് ഇഞ്ചുറി ഇല്ലാതെ ഷോൾഡർ ഇഞ്ചുറി ഇല്ലാതെ 1 മാസം മുതൽ 3 മാസത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്ന 5 ബേസിക് സ്കില്ലുകളാണ് നാളെ നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ ടുമോറോസ്